തിരുവനന്തപുരം മാനവീയം വീതിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇനി ഗതാഗത നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനമായിരിക്കുകയാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും രാത്രി 7:30 മുതൽ പുലർച്ചെ 5:30 വരെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, ഈ വലിയ തിരക്കുണ്ടാകുമ്പോൾ മാനവീയം വീഥി വഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, പോലെ അപകടത്തിനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്താണോ തീരുമാനം? അക്ഷയ, തിരുവനന്തപുരം നഗരത്തിൽ ഒത്തുചേരലിൻ്റെ സാംസ്കാരിക കൂട്ടായ്മകളുടെയൊക്കെ പ്രധാന കേന്ദ്രമായി മാനവീയം വീഥി മാറുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് ആൾക്കാർ എത്തുന്നു, വലിയ തിരക്കാകുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുമ്പോഴും ഉണ്ടാകുന്ന തിരക്ക് കൂടി പരിഗണിച്ചുകൊണ്ടാണ് മാനവീയം വീഥിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഈ മ്യൂസിയം വെള്ളയമ്പലം റോഡ്, വഴുതക്കാട് വെള്ളയമ്പലം റോഡ്, ഈ രണ്ട് റോഡുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടവഴി കൂടിയാണ് മാനവീയം വീഥി. പല വാഹനങ്ങളും അതുവഴി കടന്നു പോകാറുമുണ്ട്. ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മാനവീയം വീതിയിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അത് അവർക്ക് ബുദ്ധിമുട്ടാകും വാഹന ഗതാഗതം തുടർന്നാൽ. അതിനാണ് ഞായറാഴ്ച ഇതുവഴി ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നത്. അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരമാണ് മാനവീയം വീഥി ഉണരുന്നത്. അതിനൊപ്പം തന്നെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ഒട്ടേറെ പേർ എത്തുന്നതുമുണ്ട്. വൈകിട്ട് 7:30 മുതൽ പുലർച്ചെ 5:30 വരെ എല്ലാ ദിവസവും വാഹന നിയന്ത്രണം ഈ മാനവീയം വീഥിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ പകൽ സമയങ്ങളിൽ അല്ലാത്ത ഈ നിയന്ത്രണമില്ലാത്ത സമയങ്ങളിൽ വാഹനങ്ങൾ പോകുന്നത്, അതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ പരമാവധി മണിക്കൂറിൽ 20 കിലോമീറ്റർ പെർ സ്പീഡിൽ പോകണം എന്നുള്ള നിർദ്ദേശവും പോലീസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ശരി.